الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان صدق الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഫലസ്തീനുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തമിഴ്നാട്ടിലെ അറിയപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു. ആ കാലഘട്ടത്തിൽ മദ്രാസിലുള്ള കണ്ണായ സ്ഥലങ്ങളെല്ലാം ഖായിദെ മില്ലത്തിൻ്റെതായിരുന്നു. ജമാൽ മുഹമ്മദ് കമ്പനിയിൽ അദ്ദേഹം പാർട്ട്ണറായി ചേർന്നതോടുകൂടി അദ്ദേഹത്തിന്റെ വരുമാനം വല്ലാതെ വർദ്ധിച്ചു. പിന്നീട് അദ്ദേഹം കമ്പനിയുടെ ചീഫ് പാർട്ട്ണറുടെ മകളെ വിവാഹം ചെയ്തതോടുകൂടി ഖായിദെ മില്ലത്തിന്റെ സമ്പത്ത് കണക്കില്ലാതെ എങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തമിഴ്നാട്ടിലെ പേരെടുത്തു പറയാവുന്ന ചുരുക്കം കോടീശ്വരന്മാരിൽ ഒരാളായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തമിഴ്നാട്ടിൽ അക്കാലഘട്ടത്തിൽ വളർന്നു. ജമാൽ മുഹമ്മദ് കമ്പനി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ സംഖ്യ മാറ്റിവെക്കാറുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനം ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായി ആ കാലഘട്ടത്തിൽ മാറിയിരുന്നു. അങ്ങനെയാണ് 1922 ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും കൂടി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഖായിദെ മില്ലത്തിനെ കാണാൻ വേണ്ടി കമ്പനിയിൽ വരുന്നത്. കമ്പനിയിൽ വന്ന് ഗാന്ധിജി ഖായിദെ മില്ലത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖായിദെ മില്ലത്ത് തുക എഴുതാതെ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് ഗാന്ധിജിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗാന്ധിജി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോൾ ഖായിദെ മില്ലത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും തുക എഴുതിയെടുത്തോളൂ. ആ ചെക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഗാന്ധിജി ഖായിദെ മില്ലത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആളാണ്, എന്നെ ഏറെ സ്നേഹിക്കുന്നയാളാണ് വ്യവസായിയായ GD ബിർള. ഈ ബിർളയുടെ അടുക്കൽ ഞാൻ പോയിട്ട് പോലും ഇങ്ങനെ ഒരു സഹായം ബിർള ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ നിലപാട് എന്നെ അമ്പരപ്പിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ വീണ്ടും ഖായിദെ മില്ലത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ തുക ചെക്കിൽ എഴുതാം. ഗാന്ധിജി തന്റെ സ്വന്തം കൈപ്പട കൊണ്ട് 1 ലക്ഷം രൂപ ആ ചെക്കിൽ എഴുതി. 1922 1 ലക്ഷം രൂപ.
സ്വർണത്തിന് കേവലം 20 രൂപ വില നിൽക്കുമ്പോഴുള്ള 1 ലക്ഷം രൂപ ആ ചെക്കിൽ ഗാന്ധിജി എഴുതിയെടുത്തു. അന്ന് ഗാന്ധിജിക്ക് കിട്ടിയ വലിയ സംഭാവന ദേശീയ നേതൃത്വത്തിൽ തന്നെ വലിയ ചർച്ചയായി. ഇത്ര വലിയൊരു സംഭാവന ഖായിദെ മില്ലത്ത് ഗാന്ധിജിക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഗാന്ധിജി സന്തോഷത്തോടെ ഡൽഹിയിലേക്ക് മടങ്ങി. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് തന്റെ വാർദ്ധക്യ സഹജമായ അസുഖവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ സ്റ്റാൻലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അന്ന് സ്റ്റാൻലി ആശുപത്രിയുടെ റൂമിൽ ഖായിദെ മില്ലത്ത് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുണ്ട്, പൂക്കോയ തങ്ങളുണ്ട്, ഉമർ ബാഫക്കി തങ്ങളുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബുണ്ട്. ഇവരെല്ലാവരും ആ റൂമിൽ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഖായിദെ മില്ലത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ മുഹമ്മദിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് അടുത്തേക്ക് വന്നപ്പോൾ ഖായിദെ മില്ലത്ത് പറഞ്ഞു, നിങ്ങളിവിടെ വേണം. എന്നെ ചികിത്സിക്കാനല്ല, എനിക്കിനൊരു ചികിത്സ ആവശ്യമില്ല, പക്ഷെ എനിക്ക് അവസാനമായി കലിമ പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളിവിടെ ഉണ്ടാകണം. ഈ വാക്കുകേട്ട് നിശബ്ദനായ ഡോക്ടർ മുഹമ്മദ് ഒരു മുസല്ലയെടുത്ത് സ്റ്റാൻലി മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ചുരുക്കത്തിൽ 1972 ഏപ്രിൽ 4 തീയതി രാത്രി 11:45 ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. വിട പറയുന്നതിന് തൊട്ടുമുമ്പ് തന്റെ തൊട്ടടുത്ത് നിന്ന മകൻ മിയാൻ ഖാന്റെ കൈയിലേക്ക് തലയണക്കടിയിൽ നിന്നും ഒരു ചെറിയ പേഴ്സെടുത്ത് ഖായിദെ മില്ലത്ത് കൊടുക്കുന്നുണ്ട്. ആ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് 52 രൂപയാണ്. 1920 1 ലക്ഷം രൂപ ഗാന്ധിജിക്ക് സംഭാവന കൊടുത്ത തമിഴ്നാട്ടിലെ എണ്ണപ്പെട്ട കോടീശ്വരനായ ഖായിദെ മില്ലത്ത് പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തന്റെയുള്ള ആകെ സമ്പാദ്യം 52 രൂപയാണ് തന്റെ മകൻ മിയാൻ ഖാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഖായിദെ മില്ലത്തിന്റെ ജനാസ ക്രോംപേട്ടിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പിറ്റേന്ന് ന്യൂ കോളേജിന്റെ ഗ്രൗണ്ടിൽ പ്രദർശനത്തിന് വയ്ക്കാനും പിന്നീട് ആർക്കോട് നവാഡിന്റെ പള്ളിയിൽ ഖബറടക്കാനും വേണ്ടി തീരുമാനിച്ചു. ജനാസ ഖായിദെ മില്ലത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറമ്പെട്ടിലുള്ള വീട്ടിലേക്ക് ജനാസ കൊണ്ടുപോകുമ്പോൾ മകൻ പറഞ്ഞു, ഈ നേതാക്കളോട് പറഞ്ഞു, പൂക്കോയ തങ്ങളടക്കമുള്ള അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളടക്കമുള്ള നേതാക്കളോട് പറഞ്ഞു, ഈ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. ഒരു പായ വിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഇതിനകത്തിരിക്കണം. ഒരു കസേര പോലുമില്ലാത്ത വീട്ടിൽ ഈ നേതാക്കളെല്ലാം ഖായിദെ മില്ലത്തിന്റെ വീട്ടിനകത്ത് മകൻ വിരിച്ചു കൊടുത്ത പായിലിരുന്നു. ജനാസ പിറ്റേന്ന് ന്യൂ കോളേജിൽ പൊതുദർശനത്തിന് വച്ചു. ഖബറടക്കിയ ശേഷം വൈകുന്നേരം 3 മണിക്ക് അനുശോചന യോഗം ചേർന്നു. കരുണാനിധി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. ആ പള്ളിയുടെ തമിഴ്നാട്ടിന്റെ ചരിത്രത്തിൽ ഇത്രയും ലക്ഷം ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ ജനാസയായിരുന്നു ഖായിദെ മില്ലത്തിന്റെ ജനാസ. അനുശോചന യോഗം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കും മുമ്പ് ബാഫക്കി തങ്ങൾ പറഞ്ഞു, നമുക്കൊന്നുകൂടി ഖായിദെ മില്ലത്തിന്റെ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്തിട്ട് പോരാ. എല്ലാവരും അത് അംഗീകരിച്ചു. ഒരു കാര്യം കൂടി ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഖായിദെ മില്ലത്തിന്റെ വീട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ, ഇരിക്കാനൊരു കസേര പോലുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കും. ആ കാറിലുണ്ടായിരുന്ന ആളുകൾ ഒരു പിരിവെടുത്ത് ഒരു ചെറിയ സംഖ്യ ബാഫക്കി തങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മകൻ മിയാൻ ഖാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പയെ അനുശോചിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ വരും, പൈസയുടെ ആവശ്യം വരും, അതുകൊണ്ട് ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മകൻ മിയാൻ ഖാന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ മിയാൻ ഖാൻ പറഞ്ഞു, വേണ്ട തങ്ങളെ, അത് വേണ്ട. അത് വാങ്ങിയില്ല. നിർബന്ധിച്ചു കൊടുത്തു തങ്ങൾ, വാങ്ങിയില്ല. അവസാനം സീതി ഹാജിയാണ് പറഞ്ഞത്, ഞങ്ങളുടെ സന്തോഷത്തിനെങ്കിലും ഇത് വാങ്ങണം. അപ്പോൾ മിയാൻ ഖാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് വാങ്ങിയാൽ എന്റെ വാപ്പയ്ക്ക് പൊരുത്താകൂല.
തിരിച്ചു വരുമ്പോ കാറിൽ വെച്ച് സീതിഹാജിയാണ് പറഞ്ഞത്, ആ വാപ്പയുടെ മോൻ തന്നെയാണ്. പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എംപിയായും MLA-യുമായൊക്കെ പ്രവർത്തിച്ച 1,00,000 രൂപ 1920 സംഭാവന കൊടുത്ത ഒരു മഹാനുഭാവന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാണ് ഞാൻ ഈ വരച്ച് കാണിച്ചത്. 52 രൂപ ബാലൻസ്, വീതിക്കാൻ വീട്ടിലൊരു കസേര പോലും ഇല്ലാത്ത വീട്. EMSന്റെ ഏലംകുളം മന വീതം വയ്ക്കുന്നത് 1940-ലാണ്. 1940 ഏലംകുളം മന ലേലം വീതം വെക്കുന്ന സമയത്ത് 12-1 EMSന് കിട്ടിയത്. ഈ 12-1 എന്ന് പറയുന്നത് എത്ര വിശാലമാണ്. ഇന്നത്തെ കാളികാവ് മുതൽ തുടങ്ങിയാൽ വടക്ക് നിലമ്പൂർ കോവിലകം വരെ നീണ്ടു നിൽക്കുന്ന, കിഴക്കോട്ട് പോയാൽ മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ അതിർത്തി വരെ നീണ്ടു നിൽക്കുന്ന അതിവിശാലമായൊരു ഭൂപ്രദേശമാണ് EMSന് ഏലംകുളം മന വീതിച്ചപ്പോൾ കിട്ടിയ 12-1 എന്ന് പറയുന്നത്. നിലമ്പൂർ താലൂക്കിന്റെ വിശാലമായ പ്രദേശങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. ഇത്ര വിശാലമായൊരു ഭൂപ്രദേശം EMSന് തന്റെ വീതമായി കിട്ടി. തൃശൂർ ജില്ലയിൽ വേറെ ഉണ്ടായിരുന്നു. ഇത് EMS എന്താ ചെയ്തത്? അത് വീതം വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കൈവശക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ ഭൂമി മുഴുവൻ ഞാൻ കൊടുക്കുകയാണ്. ചില ആളുകൾ EMS ഭൂമി വിൽക്കുന്നു എന്ന് കേട്ടിട്ട് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ അവരോട് പറഞ്ഞു, വിൽക്കുന്നില്ല, കൈവശം കൊടുക്കുകയാണ് ചെയ്യുക. കരുവാരക്കുണ്ടിലെ സെയ്തലവിയാണ് ആദ്യമായി EMSന്റെ അടുക്കൽ നിന്ന് ഭൂമി വാങ്ങാൻ വേണ്ടി വന്നത്. സെയ്തലവിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്. 10 ഏക്കർ ഭൂമിയുള്ള സെയ്തലവി 400 രൂപ കയ്യിൽ പിടിച്ചിട്ടാണ് ഭൂമി വാങ്ങാൻ വന്നത്. കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. 400 രൂപയുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങി വച്ചിട്ട് സെയ്തലവിക്കാണ് ആദ്യം ഭൂമി കൊടുക്കുന്നത്. എത്രയാണ് കൊണ്ടുവന്നത്? ആ കൊണ്ടുവന്ന പൈസയ്ക്ക് ഭൂമി കൊടുത്തു. എല്ലാവരും ഭൂമി വാങ്ങിപ്പോയി. പിന്നീട് EMS എഴുതുന്നുണ്ട്, ആ പൈസ പോലും വാങ്ങിയത് തെറ്റാണെന്നാണ് ഞാനിന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അതുപോലും തെറ്റാണെന്ന് വിശ്വസിച്ചൊരു മനുഷ്യൻ 1998-ലാണ് EMS മരിക്കുന്നത്. 94 അദ്ദേഹം എന്റെ വസിയത്ത് എഴുതുന്നുണ്ട്. ആ വസിയത്തിൽ EMS എഴുതി വച്ചു, എന്റെ പുസ്തകങ്ങളുടെയോ എന്റെ ലേഖനങ്ങളുടെയോ ആനുകൂല്യങ്ങളോ അതിന്റെ പേരിൽ കിട്ടുന്ന വേതനങ്ങളോ ഒരിക്കലും എന്റെ കുടുംബം വാങ്ങരുത്, എന്റെ ഭാര്യ മക്കൾക്ക് കിട്ടരുത്. EMSന്റെ മരണശേഷം ഈ കത്ത് വായിച്ചു കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞ ആളുകളുണ്ട്. 2 പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ, കേന്ദ്രമന്ത്രിയായ ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചത്. CKG എന്ന പേരിൽ അറിയപ്പെട്ട CK ഗോവിന്ദൻ നായർ 1960 കാലഘട്ടങ്ങളിൽ KPCCയുടെ പ്രസിഡന്റാണ്. തന്റെ പാർട്ടിക്കുണ്ടായ ബാധ്യത വീട്ടാൻ വേണ്ടി തന്റെ വീട് വിറ്റു 1,00,000 രൂപയ്ക്ക്. ഇന്നത് 1 കോടി രൂപയുടെ മുകളിലുണ്ടാവും. അദ്ദേഹവും പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. ഞാനിത് മൂന്നും ഇപ്പോൾ വരച്ച് കാണിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അധികാര സ്ഥാനങ്ങളിലിരുന്ന 3 പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവരൊക്കെ നമുക്ക് സുപരിചിതരുമാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. അതിശക്തമായൊരു മത്സരത്തിന് ശേഷം ചിലരെല്ലാം വിജയിച്ചു, ചിലരൊക്കെ പരാജയപ്പെട്ടു. ഈ ആഴ്ച പുതിയ ഭരണസമിതി നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ അധികാരത്തിലേറുകയാണ്. ഈ പുതുതായി അധികാരത്തിലേറുന്ന പ്രതിനിധികളെ, ജനപ്രതിനിധികളെ നിങ്ങളുടെ പൂർവികരെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിച്ചത്. ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് സ്വത്ത് വെളിപ്പെടുത്തണമെന്നൊരു നിയമമുണ്ട്. ഓരോരുത്തരുടെ ആസ്തി വെളിവാക്കണം. എനിക്ക് തോന്നുന്നത്
അത് അവസാനവും ആസ്തി വെളിപ്പെടുത്തണമെന്നൊരു നിയമം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവസാനവും ആസ്തി വെളിപ്പെടുത്തണമെന്നൊരു നിയമം വേണമെന്നാണ്. 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും നിങ്ങൾക്ക് എത്ര ആസ്തിയുണ്ട് എന്നൊന്ന് വെളിപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷൻ നിയമം കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ആസ്തി വെളിപ്പെടുത്തേണ്ടത് 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു. ഖിലാഫത്ത് ഏറ്റെടുത്ത് പിറ്റേ ദിവസം അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് തുണിക്കച്ചവടത്തിന് വേണ്ടി പോകുന്ന അബൂബക്കറിനെ ഉമർ തടഞ്ഞു നിർത്തി. എവിടെ പോകുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ഉമർ ചോദിച്ചു, ഭരണകാര്യങ്ങൾ ആര് നോക്കും? അബൂബക്കർ ചോദിച്ചു, എന്റെ മക്കളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യം ആര് നോക്കും? അവിടെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പൊതുഖജനാവിൽ നിന്നും ഭരണകർത്താക്കൾക്ക് ഒരു ശമ്പളം അനുവദിക്കുന്ന രീതിക്ക് തുടക്കം കുറിക്കുന്നത്. അബൂബക്കറിനെ വിളിച്ചുകൊണ്ടുപോയി ഒരു നിയമം ഉണ്ടാക്കി. പൊതുഖജനാവിൽ നിന്നും ഭരണകർത്താക്കൾക്ക് ഒരു ചെറിയ തുക ഈടാക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം കച്ചവടം നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചു കൊടുത്ത ആ ശൂറ അനുവദിച്ചു കൊടുത്ത സംഖ്യ കൈപ്പറ്റിക്കൊണ്ട് തന്റെ ജീവിതം തുടർന്നു. തന്റെ വഫാത്തിന്റെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ ഉപ്പ പൊതുഖജനാവിൽ നിന്നും 8000 ദിർഹം ഇതേവരെ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതാ 8000 ദിർഹം മകന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയി എന്റെ മരണശേഷം ഉമറിനെ ഏൽപ്പിക്കണം. ഉപ്പ എടുത്ത 8000 രൂപ തിരിച്ചു കൊണ്ടുപോയി ഉമറിനെ ഏൽപ്പിക്കണം. ആ മകൻ ഉപ്പ ഏൽപ്പിച്ച 8000 കൊണ്ടുപോയി മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കയ്യിൽ പിടിച്ചിട്ട് ഉമർ പറയുന്നൊരു വാക്കുണ്ട്, റഹിമല്ലാഹു അബൂബക്കറിൻ ലഖദ് അതഅബ മൻ ബഅദഹു. അല്ലാഹു അബൂബക്കറിന് കരുണ ചെയ്യട്ടെ. അബൂബക്കർ പിൻഗാമികൾക്കുണ്ടാക്കി വച്ചിരിക്കുന്നത് വലിയ ബാധ്യതയാണ്. അബൂബക്കർ ഇത് തിരിച്ചു കൊടുത്തതുകൊണ്ട് ഇനി ഞങ്ങളെല്ലാവരും തിരിച്ചു കൊടുക്കണം. ഇനി വരുന്ന ഭരണാധികാരികളെല്ലാം പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്ന സംഖ്യ തിരിച്ചു കൊടുക്കണം. കാരണം അബൂബക്കർ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അബൂബക്കർ അല്ലാഹിനെ കുറിച്ച് ഉമർ അല്ലാഹു പറഞ്ഞ വാക്കാണത്, ലഖദ് അതഅബ മൻ ബഅദഹു. അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് എത്രയാണോ അനുവദിക്കപ്പെട്ടത് അതിലുപരി ഒന്നും 5 വർഷം കഴിഞ്ഞവർ ഇറങ്ങുന്ന സമയത്ത് അവർക്കുണ്ടാകാൻ പാടില്ല. അതുപോലും കഴിയുമെങ്കിൽ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. സത്യപ്രതിജ്ഞ എന്ന് പറയുന്നൊരു ചടങ്ങാണ് ഇവരുടെ അധികാരാരോഹണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ സത്യപ്രതിജ്ഞ? സത്യത്തിലൊരു ചടങ്ങായി നടക്കുന്നു എന്നതല്ലാതെ മുസ്ലിമീങ്ങൾ പോലും, മുസ്ലിം അധികാരികൾ പോലും അതിന്റെ വില മനസ്സിലാക്കുന്നില്ല. സത്യപ്രതിജ്ഞ എന്നുള്ളത് വലിയൊരു ചടങ്ങാണ്. സത്യം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു സത്യം ചെയ്യേണ്ടത്? ഒരു ജനപ്രതിനിധി മുസ്ലിം ആണെങ്കിൽ അദ്ദേഹം സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേരിലാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഏതു പാർട്ടിക്കാരാണെങ്കിലും ഒരു മുസ്ലിം ജനപ്രതിനിധിയാണെങ്കിൽ അധികാരമേറ്റെടുക്കുമ്പോൾ സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേരിലാണ്. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്. ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. ഫമൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക ഔ കഫറ. അള്ളാഹുവിന്റെ പേരിലല്ലാതെ വേറൊരു പേരിൽ ഒരാൾ സത്യം ചെയ്താൽ അവൻ കുഫ്ർ ചെയ്തവനാണ്, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഏതു പാർട്ടിയിൽ ജയിച്ചു വന്നയാളാണെങ്കിലും നിങ്ങൾ നഗരസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്താലോ? അള്ളാഹുവിന്റെ പേരിലുള്ള സത്യപ്രതിജ്ഞ കേരള ഹൈക്കോടതിയിൽ ഒരിക്കൽ വിവാദമായിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാകും. കേരള നിയമസഭയിലേക്ക് 11 MLA-മാർ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഇവർ 11 പേരും അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവർ വോട്ട് ചെയ്തവരിൽ, അല്ലെങ്കിൽ ഇവർ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ഒഴിവാക്കണമെന്നും ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് വന്നു. അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിധിയുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് അത് ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, അതിന്റെ ആവശ്യവുമില്ല.
അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനമല്ലെന്നു മാത്രമല്ല, മുഴുവൻ മുസ്ലിം ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേരിലായിരിക്കണം എന്നാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. കാരണം അള്ളാഹു എന്നുള്ളത് അവർ മാതൃഭാഷയിൽ പോലും അവരുടെ ദൈവത്തെ അള്ളാഹു എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് അള്ളാഹു എന്നാണ് ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അവരെ തിരുനബി പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ സത്യം ചെയ്യുന്നെങ്കിൽ അള്ളാഹുവിന്റെ പേരിലെ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ജനപ്രതിനിധികളും നിങ്ങൾ അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്യേണ്ടത്. ആ സത്യവാചകത്തിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ ഭരണഘടനയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു പറഞ്ഞതിന് ശേഷം എല്ലാവരോടും പക്ഷപാതിത്വമില്ലാതെ, സ്നേഹമില്ലാതെ, വൈര്യമില്ലാതെ ഞാൻ ഇടപെടുമെന്നാണ് പറയുന്ന ഒരു പ്രതിജ്ഞാവാചകം. ഇത് വളരെ ഗൗരവമുള്ളൊരു വാചകമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗവി ഫീ അയ്മാനിക്കും. നിങ്ങൾ ചെയ്യുന്ന സത്യങ്ങൾ പാഴ്സത്യങ്ങളാണെങ്കിൽ പടച്ചോൻ അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. വെറുതെ ഒരാൾ വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞാൽ സത്യം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ പടച്ചോൻ ശിക്ഷിക്കൂല, സത്യം ലംഘിച്ചാൽ. വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ അയ്മാൻ. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സത്യപ്രതിജ്ഞയുണ്ടല്ലോ, അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾ ശിക്ഷിക്കും, നിങ്ങളത് ലംഘിച്ചാൽ. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ലംഘിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. ഒരു പ്രതിനിധി, ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ വലിയ തെറ്റാണത്. ആരോടെങ്കിലും പക്ഷപാതിത്വപരമായി പെരുമാറിയാൽ, ആരോടെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ പെരുമാറിയാൽ, തന്റെ അടുക്കൽ ആവശ്യവുമായി വന്ന ഏതൊരാളുടെയെങ്കിലും ആവശ്യം വൈരാഗ്യത്തിന്റെ പേരിൽ നിരസിച്ചാൽ, തന്റെ ആളായതിന്റെ പേരിൽ, തന്റെ പാർട്ടിക്കാരനായതിന്റെ പേരിൽ നടത്തിക്കൊടുത്താൽ അള്ളാഹു പറയുന്നു അവൻ സത്യം ലംഘിച്ചവനാണ്. ഒരാളുടെ വിഷയത്തിൽ സത്യം ലംഘിച്ചു, അതിന്റെ പ്രായജിത്വം എന്താ? സത്യത്തിന്റെ പ്രായജിത്വം ഖുർആൻ പറയുന്നുണ്ട്, ഫകഫാറത്തുഹു ഇത്ആമു അശറത്തി മസാക്കീൻ. 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു പ്രാവശ്യം സത്യം ലംഘിച്ചാൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. മിമ്മാ തുത്ഇമൂന അഹ്ലീക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഭക്ഷണമല്ലേ, അരി, അത് കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കണം. ഫതഹ്രീറു റക്കബ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതൊന്നും നടക്കൂല, അടിമയില്ല. ഫമൻ ലം യജിദ് ഫസിയാമു സലാസതി അയ്യാമിൻ. ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല, അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ആ മെമ്പർ എന്താ ചെയ്യേണ്ടത്? 3 ദിവസം നോമ്പ് പിടിക്കണം. ഭരണഘടനാ ലംഘനം നടത്തി സത്യപ്രതിജ്ഞയിൽ പറഞ്ഞതിന് എതിര് പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇതിന് പൈസയില്ലാത്ത മെമ്പർ എന്താ ചെയ്യേണ്ടത്? കൗൺസിലർ എന്താ ചെയ്യേണ്ടത്? 3 ദിവസം നോമ്പ് പിടിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇതാണ് നിങ്ങൾ സത്യം ലംഘിച്ചാലുള്ള പ്രായജിത്വം. ഇങ്ങനെ നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കൗൺസിലർമാരിൽ പലരും വർഷം മുഴുവൻ നോമ്പ് പിടിക്കേണ്ടി വരും. ഒരാളോട് അനീതി കാണിക്കുമ്പോഴാണ് ഈ ഒരു കഫാറത്ത്. എത്ര പ്രാവശ്യം അത് ആവർത്തിക്കുന്നു അതിനനുസരിച്ച് കഫാറത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം മെമ്പർമാർ, നിങ്ങൾ ഈ ഗൗരവമായി സത്യപ്രതിജ്ഞയെ കാണണം. ഒരു പ്രാവശ്യം നിങ്ങളുടെ ഭാഗത്ത് ലംഘനമുണ്ടായാൽ ആ ലംഘനത്തിനുള്ള പ്രായജിത്വമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വിവരിച്ചത്. എത്ര പ്രാവശ്യം ഈ സത്യപ്രതിജ്ഞ ലംഘിക്കുന്നോ അതിനനുസരിച്ച് ഈ പ്രായജിത്വം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നത്, ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ മേൽ ചോദ്യം ചെയ്യപ്പെടും. ആരും വിചാരിക്കേണ്ട ഇത് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു പരിപാടിയാണ്. മരണാനന്തര ജീവിതത്തിൽ നിന്റെ 5 വർഷക്കാലത്തെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും. അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാതെ പടച്ചോൻ വിടൂല. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ആരെല്ലാം ഏതെല്ലാം ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ടോ, അത് വാർഡ് മെമ്പറാകട്ടെ, കൗൺസിലറാകട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, മുനിസിപ്പൽ ചെയർമാൻ ആകട്ടെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഈ 5 വർഷത്തെക്കുറിച്ച് ചോദിക്കാതെ, നീതി അനീതികളെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ കാലെടുത്തു വെക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഉത്തരവാദിത്വത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കൽ ചോദിക്കപ്പെടും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നാട് നന്നാകാൻ 2 വിഭാഗം നന്നായാൽ മതി. ഒന്ന് നാട് ഭരിക്കുന്ന ഭരണകർത്താക്കൾ, മറ്റൊന്ന് നാട്ടിലെ ആലിമീങ്ങൾ. ഈ 2 കൂട്ടര് നന്നായാൽ നാട് നന്നായി. പിന്നെ ആരെ നന്നാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, ജനങ്ങൾ സ്വയമേ നന്നായിക്കൊള്ളും. അതുകൊണ്ടൊരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ
വളരെ ഉത്തരവാദിത്ത ബോധം ഓരോ പ്രതിനിധികൾക്കും ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. അലക്സാണ്ടർ ചക്രവർത്തി ഒരു കടൽ കൊള്ളക്കാരനുമായി നടന്നൊരു സംവാദമുണ്ട്. ഒരിക്കലൊരു കടൽ കൊള്ളക്കാരനെ കണ്ടുമുട്ടി അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ കടൽ കൊള്ളക്കാരനോട് ചോദിച്ചു, അല്ല, നിനക്കെങ്ങനെയാണ് ഈ കടലിൽ കൊള്ള നടത്താൻ ധൈര്യം കിട്ടിയത്? അപ്പോൾ കടൽ കൊള്ളക്കാരൻ പറഞ്ഞു, ഞാനൊരു ചെറിയ കപ്പലുമായി ഈ കടലിലൂടെ ഇങ്ങനെ കൊള്ള നടത്തുമ്പോൾ നിങ്ങൾ എന്നെ മോഷ്ടാവെന്ന് വിളിക്കുന്നു. നിങ്ങൾ വലിയ സൈന്യവുമായി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി ലോകം മുഴുവനും കൊള്ളയടിക്കുമ്പോൾ നിങ്ങളെ ചക്രവർത്തി എന്ന് വിളിക്കുന്നു. എന്താണ് നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളത്? സത്യത്തിൽ അങ്ങനെയല്ലേ? ഈ ഭരണകർത്താക്കൾ നാട്ടിലെ മോഷ്ടാക്കളെ പിടികൂടുന്നു, ഈ ഭരണകർത്താക്കളോ ഇതിലും വലിയ മോഷണം നടത്തുകയും ചെയ്യുന്നു. വിശ്വാസം പറഞ്ഞു, ലികുല്ലി ഖാദിരിൻ ലിവാഉൻ ഇൻദ ഇസ്തിഹി യൗമൽ ഖിയാമ. പൊതുമുതലിൽ നിന്നും മോഷണം നടത്തുന്ന ആളുകൾ, പൊതുഖജനാവിൽ നിന്നും മോഷണം നടത്തുന്ന ആളുകൾക്ക് അവരുടെ പൃഷ്ഠത്തിൽ അല്ലാഹു തആല നാളെ കൊടി നാട്ടിയിട്ടായിരിക്കും മഹ്ശറിലേക്ക് കൊണ്ടുവരിക. യുർഫഉ ലഹു ബിഖദ്രി ഖദ്രിഹി. എത്ര വലിയ ചതിയാണോ, എത്ര വലിയ തട്ടിപ്പാണോ അവൻ നടത്തിയിരിക്കുന്നത്, അതിനനുസരിച്ച് അവന്റെ കൊടി ഇങ്ങനെ ഉയർന്നു നിൽക്കും. പൃഷ്ഠത്തിൽ കൊടിയുമായി നാളെ ചില കൌൺസിലർമാരെ, ചില പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും മഹ്ശറിൽ. അവരുടെ അഴിമതിയുടെ കണക്കനുസരിച്ച് കൊടി ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതുകൊണ്ട് നാളെ പൃഷ്ഠത്തിൽ കൊടിയുമായി വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൌൺസിലർമാരെ, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ, നിങ്ങളുടെ 5 വർഷക്കാലം സത്യസന്ധമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നാട്ടിലെ ഭരണീയരായ ആളുകളുടെ ക്ഷേമവും ഐശ്വര്യവും നാടിന്റെ വികസനവും ഒക്കെ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. കേവലം തോടും കേവലം പാലവും കേവലം ബസ് സ്റ്റാൻഡും മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇന്ന് നാട് നേരിടുന്ന ഒരുപാട് വലിയ ഭീഷണികളുണ്ട്. പ്രധാനപ്പെട്ടത് ലഹരിയാണ്. നമ്മുടെ നാട്ടിൽ പോലും ലഹരി സുലഭമായി മാറിയൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പുതിയ ഭരണസമിതിക്ക് ഈ ലഹരി മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ കഴിയണം. ലഹരിയെ നാട്ടിൽ ഇല്ലാതാക്കാനുള്ള വലിയൊരു ചുമതലാബോധം തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കണം. നാടിന്റെ ധാർമ്മികമായ വികസനം കൂടി ഓരോ കൌൺസിലർമാരുടെയും ഓരോ ജനപ്രതിനിധികളും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തീ പൊള്ളുന്ന വെയിലിൽ അറേബ്യയിലെ മണലാരുണ്യത്തിൽ നിലത്ത് ചവിട്ടാൻ കഴിയാത്ത ചൂട്, തീക്കട്ടകൾ പോലെ ഇങ്ങനെ മണൽത്തരികൾ ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഒരു മണലാരുണ്യത്തിലൂടെ ഉച്ച സമയത്ത് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം തന്റെ തല ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരു തണലിൽ മാറി നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ തലയിൽ മുണ്ടിട്ട് പോകുന്ന രംഗം കാണുന്നത്. ഉസ്മാൻ അത്ഭുതം തോന്നി. ഈ നട്ടുച്ച വെയിലത്ത് ഈ തീ പൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുക? അദ്ദേഹത്തെ വിളിച്ചു, ആരാണത്, ഇങ്ങോട്ട് വരി. ഉസ്മാൻ വിളിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തലയിലെ വസ്ത്രം മാറ്റിയിട്ട് തിരിഞ്ഞു നോക്കി. ഉസ്മാൻ അത്ഭുതപ്പെട്ടു പോയി. നാട് ഭരിക്കുന്ന ഖലീഫയാണത്, നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണ് നട്ടുച്ച വെയിലത്ത് ഈ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നടന്നു നീങ്ങുന്നത്. ഉസ്മാൻ ചോദിച്ചു, എങ്ങോട്ടാണ് അങ്ങീ പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊതുഖജനാവിൽ നിന്നും 2 ഒട്ടകങ്ങൾ കെട്ടഴിച്ചു പോയിട്ടുണ്ട്. 2 ഒട്ടകം കെട്ടടിഞ്ഞു പോയിട്ടുണ്ട്. അത് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പൊ ഉസ്മാൻ പറഞ്ഞു, ചുട്ടുപൊള്ളുന്ന മണൽത്തിരിയിലൂടെ നടക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിലാണോ നിങ്ങൾ ഒട്ടകത്തെ അന്വേഷിച്ചു പോകുന്നത്? ഞാൻ എന്റെ 2 അടിമകളെ വിടാം. എന്റെ 2 അടിമകൾ പോയി അന്വേഷിച്ചു വരും, അതിനെ പിടിച്ചുകൊണ്ടുവരും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്മാൻ, നിന്റെ അടിമകൾ എന്റെ പാപഭാരങ്ങൾ നാളെ ആഖിറത്തിൽ ഏറ്റെടുക്കുമോ? ഉമറിന്റെ ചുമതലയുടെ പേരിൽ, ഉമർ ചുമതലയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലുള്ള കുറ്റഭാരം നിന്റെ അടിമകൾ ഏറ്റെടുക്കുമോ? ഉമർ തന്നെ ഏറ്റെടുക്കണ്ടേ? കിസ്റയും കൈസറും പേര് കേട്ടാൽ വിറയ്ക്കുന്ന സാക്ഷാൽ ഉമറിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഈ ഉമർ കടക്കുന്ന സ്വർഗത്തിൽ കടക്കാനാണ് ഇന്നത്തെ ഭരണാധികാരികളും ആഗ്രഹിക്കുന്നത്. ഉമർ കിടക്കുന്ന സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഉമറിന്റെ ഒരു 1000-ലൊന്ന് അംശമെങ്കിലും ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു വിജനമായ പ്രദേശത്തൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് നടക്കുന്ന സമയം, ഖലീഫയാണ് അദ്ദേഹം. അപ്പോഴാണ് ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ വിഷമങ്ങൾ ആരറിയാൻ? ഈ ഖലീഫയ്ക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് അടുത്തേക്ക് ചെന്നു. ഈ പെണ്ണിനറിയില്ല വന്നിരിക്കുന്നത് ഖലീഫയാണെന്നൊന്നും അറിയില്ല. ഉമർ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, കഷ്ടപ്പാടിനെക്കുറിച്ച് അവർ പരാതി പറഞ്ഞു. അപ്പോൾ ഉമർ ചോദിച്ചു, നിന്റെ ഈ ദാരിദ്ര്യമൊക്കെ ഉമർ എങ്ങനെ അറിയാനാണ്? ഇതെങ്ങനെ ഉമർ അറിയും?
അപ്പോൾ ആ പെണ്ണ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ ഭരണാധികാരി ഞങ്ങളുടെ വിഷമങ്ങൾ അറിയാതിരിക്കുകയോ? ഞങ്ങളുടെ വിഷമങ്ങൾ അറിയാത്തൊരു ഭരണാധികാരിയോ? അതെങ്ങനെ ഉണ്ടാകും? അദ്ദേഹം ഈ നാടിന്റെ ഖലീഫയാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അറിയണ്ടേ? ഉമർ അവരുടെ വീട്ടിലേക്ക് ഓടി വൃദ്ധനോട് പറഞ്ഞു, ഒരു സഹായം അടിയന്തരമായി എത്തിക്കേണ്ട ഒരു വീടുണ്ട്, അതുകൊണ്ട് മാവെടുത്ത് എന്റെ ചുമലിൽ വെക്കുക. ഒരു വീട്ടിലേക്ക് ആവശ്യമായ മാവും സാധനങ്ങളും എടുത്ത് ഭൃത്യൻ തന്റെ ചുമലിലേക്ക് വെച്ചപ്പോൾ ഉമർ പറഞ്ഞു, നിന്റെ ചുമലിലല്ല എന്റെ ചുമലിൽ വെക്കണം. ലജ്ജയോടുകൂടി അടിമ ചോദിച്ചു, ഭൃത്യൻ ചോദിച്ചു, അങ്ങയുടെ ചുമലിൽ ചുമക്കണമോ, ഇത് ഞാൻ ചുമന്നാൽ പോരെ? അവിടെയും ഉമർ ചോദിച്ചു ചോദ്യം, നാളെ എന്റെ പാപഭാരങ്ങൾ നീ ചുമക്കുമോ, ഞാൻ തന്നെ ചുമക്കണ്ടേ? ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, ഖലീഫയാകാൻ യോഗ്യൻ നിങ്ങളാണ്, ഉമറല്ല. ആ സ്ത്രീക്കറിയില്ല വന്നിരിക്കുന്നത് ഖലീഫ തന്നെയാണെന്ന്. യഥാർത്ഥത്തിൽ ഖലീഫയാകേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, നാളെ ഉമറിന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ പറയാം ഖലീഫയാകാൻ യോഗ്യൻ ഉമറല്ല ഞാനാണെന്ന് ഉമറിനോട് പറയാം, നീ നാളെ വരാൻ വേണ്ടി പറഞ്ഞു. പിറ്റേന്ന് ഈ വൃദ്ധയായ സ്ത്രീ ഖലീഫയെ അന്വേഷിച്ചു വന്നു മദീനയിൽ. അപ്പോഴാണ് ഇന്നലെ കണ്ട സാക്ഷാൽ ഉമർ, തനിക്ക് സഹായവുമായി വന്ന സാക്ഷാൽ ഉമറിനെ ആളുകൾ ഉസ്മാനും അലിയും എല്ലാം ഇരുന്ന് വിളിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ എന്ന് സംബോധന ചെയ്യാണ്. പെണ്ണിന് മനസ്സിലായി അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇദ്ദേഹം തന്നെയാണ് ഖലീഫ എന്ന് ബോധ്യപ്പെട്ടു. ആ സ്ത്രീയോട് ഉമറുൽ ഖത്താബ് പറയുന്നുണ്ട്, പെണ്ണെ, എനിക്കൊരു പേപ്പറിൽ ഒന്ന് എഴുതി തരണം. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് നീതിയായി പ്രവർത്തിച്ചു, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചു, അവരുടെ ദാരിദ്ര്യങ്ങൾ പരിഹരിച്ചു എന്ന് നീ ഒരു പേപ്പറിലൊന്ന് എനിക്ക് എഴുതി തരണം. അത് എഴുതി കൊടുത്തപ്പോൾ ഉസ്മാനോടും അലിയോടും ഉമർ പറയുന്നുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ കഫൻ തുണിയിൽ ഈ പേപ്പർ വെക്കണം, എന്റെ കഫൻ തുണിയിൽ എന്റെ ശരീരത്തോട് ചേർത്തത് വയ്ക്കണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് കാണിക്കാനുള്ളതാണ്, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ പടച്ചതമ്പുരാന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ളതാണ് എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാനോടും അലിയോടും പറയുന്നുണ്ട്. അതുകൊണ്ട് ചുമതലാബോധം, ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് വലുതാണ്. ആരോടും പക്ഷപാതിത്വം കാണിക്കാതെ, ആരോടും വിരോധം കാണിക്കാതെ, തനിക്ക് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാത്ത ആളുകളൊക്കെ തനിക്ക് തുല്യരാണ്. ആർക്കും വിധേയപ്പെടാൻ പാടില്ല, ഒരു പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാൻ പാടില്ല, ഒരു പ്രകോപനങ്ങളുടെ പിന്നിലും പതറിപ്പോകാനും പാടില്ല. സത്യസന്ധമായി നിഷ്പക്ഷമായി നീതിയോടുകൂടി നിലനിൽക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ കഴിയൂ. ഇന്ന് ഭരണകർത്താക്കളിൽ ഒരു പരിധിവരെ കടന്നുകൂടിയിരിക്കുന്ന ഒരു ദുശ്ശീലമാണ് സ്വജനപക്ഷപാതം എന്നുള്ളത്. തന്റെ ആളുകളെ സഹായിക്കുക, തനിക്ക് തന്റെ കൂടെ നിന്നവരെ സഹായിക്കുക, തന്റെ ആളുകളെ സഹായിക്കുക എന്നുള്ള നിലപാട് അനീതിയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടെന്നിരിക്കാം, അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ദുൽമിന്റെ പേരിലായിരിക്കും നിങ്ങളെ നരകത്തിലേക്ക് വിടപ്പെടുക. അവിടെയാണ് പ്രവാചകന്റെ നീതിയുടെ നിലപാട് നമ്മൾ ഓർക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകന്റെ പൊന്നോമന മകൾ, തന്റെ കരളിന്റെ കഷ്ണമെന്ന് നബി വിശേഷിപ്പിച്ച ഫാത്തിമ വീട്ടിലെ പണിയെടുത്ത് കയ്യിൽ തഴമ്പ് വന്നു, കൈപൊട്ടി. ആസ്കല്ലുരുട്ടിയിട്ട് കൈപൊട്ടിപ്പോയ ഫാത്തിമ യുദ്ധത്തടവുകാരായി കൊണ്ടുവന്ന ഭൃത്യന്മാരെ പ്രവാചകൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്നൊരു രംഗമുണ്ട്. പാപ്പയോട് പറഞ്ഞു, പാ, എന്റെ കൈ കണ്ടില്ലേ? വീട്ടിലെ പണിയെടുത്ത് ആസ്കല്ലുരുട്ടിയിട്ട് പൊട്ടിയിരിക്കുന്ന കൈകളാണിത്. ധാരാളം ഭൃത്യന്മാർ തങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, തങ്ങൾ പലർക്കും അതിനെ കൊടുക്കുന്നുണ്ട്. ഒരു ഭൃത്യനെ എനിക്ക് തന്നാൽ ഒരു സഹായമായനെ. സ്വന്തം മകൾ കരളിന്റെ കഷ്ണമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സ്വന്തം മകളോട് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോളെ, ഇത് നിനക്കുള്ളതല്ല, നീ എന്റെ മകളാണ്. നിനക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. നീയും നിന്റെ ഭർത്താവും കൂടി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒളു കൊടുത്ത് വിരിപ്പിൽ വന്നിരുന്നിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയണം, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇതാണ് പ്രവാചകൻ കൊടുത്തത്. ഇതൊരിക്കലും കൈപൊട്ടുന്നതിന് പരിഹാരമല്ല. പക്ഷേ പ്രവാചകൻ തന്റെ മകളോടൊരു പക്ഷപാതിത്വം കാണിച്ചില്ല. നീതിയുടെ വർത്തമാനം. ഒരിക്കൽ മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണും മോഷ്ടിച്ചു. ഖുറൈശി ഗോത്രമാണ്. മോഷ്ടിച്ചാൽ കൈമുറിക്കലാണ് ഇസ്ലാമിന്റെ ശിക്ഷ. തങ്ങളുടെ ഗോത്രത്തിൽ ഒരു പെണ്ണിന്റെ കൈമുറിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഗോത്രത്തിന് മാനംകേടാണെന്ന് മനസ്സിലാക്കിയ ഗോത്രക്കാർ പ്രവാചകന്റെ അടുക്കൽ റെക്കമെന്റിന് വേണ്ടി ഉസാമയെ പറഞ്ഞുവിട്ടു. പ്രവാചകന്റെ വളർത്തുപുത്രൻ സെയ്ദിന്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമ വന്ന് നബിയോട് പറഞ്ഞു, പ്രവാചകരെ, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചിട്ടുണ്ട്, അവരുടെ കൈ മുറിക്കുന്നതൊന്ന് ഒഴിവാക്കി കൊടുക്കണം, ആ ശിക്ഷ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം.
പ്രവാചകൻ തന്റെ ജീവിതത്തിൽ മിമ്പറിൽ കയറിയിട്ട് അതേപോലെ ദേഷ്യപ്പെട്ടൊരു സന്ദർഭം ഉണ്ടാവില്ല. മിമ്പറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, പൂർവിക സമൂഹത്തിനും സംഭവിച്ചു ഇത് തന്നെയാണ്. അവരിൽപ്പെട്ട ദുർബലര് തെറ്റ് ചെയ്താൽ ശിക്ഷ നടപ്പിലാക്കും. പണക്കാരനും കുടുംബക്കാരനും തെറ്റ് ചെയ്താൽ ശിക്ഷ ഒഴിവാക്കി കൊടുക്കും. ഇതാണ് പൂർവികർ ചെയ്തത്. അതുകൊണ്ടാണ് അവരെ നശിച്ചത്. എന്റെ അടുക്കൽ അത് നടക്കൂല. ലൗ അന്ന ഫാത്തിമത ബിന്ത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹാ. എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. ഈ നീതിയുടെ വർത്തമാനമാണ് പ്രവാചകൻ അന്ന് മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് പക്ഷപാതിത്വമില്ലാതെ, വിവേചനമില്ലാതെ, ആരോടും വൈര്യമില്ലാതെ, ആരോടും പ്രത്യേകമായ മമതയോ സ്നേഹമോ ഇല്ലാതെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിന്റെ വികസനത്തിന് എല്ലാവിധ മുൻകരുതലുകളെടുത്ത് എല്ലാവിധ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ നാടിന്റെ ഭരണകൂടത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ക്രിയാത്മകമായി പിന്തുണ കൊടുക്കാൻ പ്രതിപക്ഷത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.